കാത്തിരിപ്പിനൊടുക്കം ലയണൽ സ്കലോണി 26 അന്തിമ സ്ക്വാഡിനെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി വേൾഡ് കപ്പിൽ ലോകം ഉറ്റുനോക്കുന്നത് ആ 26 പേരുടെ മാന്ത്രികതയ്ക്ക് വേണ്ടിയാണ്. ആരെല്ലാം ഫസ്റ്റ് 11-ൽ സ്ഥാനം പിടിക്കും? അപ്രതീക്ഷിത ഒഴിവാക്കലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും സ്കലോണി ടീമിൽ സർപ്രൈസുകൾ ഒളിപ്പിച്ചിട്ടുണ്ടോ? ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുകയാണ്. അതെ, ഫുട്ബോൾ ലോകം കരുതിയതുപോലെ തന്നെ സ്കലോണി ഒരു പിടി സർപ്രൈസുകൾ ടീമിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. സ്കലോണിയുടെ സർപ്രൈസിലെ ആയുധങ്ങളെ ഓരോന്നായി വേൾഡ് കപ്പിൻ്റെ മൈതാനത്ത് അദ്ദേഹം പുറത്തെടുക്കും. 2022-ൽ നമ്മൾ കണ്ട എൻസോയും മാക്കലിസ്റ്ററും ഹൂലിൻ അൽവരസും എല്ലാം പിറന്നതുപോലെ ഇത്തവണയും സ്കലോണിയുടെ ആയുധപ്പുരയിലെ സർപ്രൈസുകൾ വേൾഡ് കപ്പിൻ്റെ മൈതാനത്ത് അണിനിരക്കും. സ്കലോണി ടീമിലെടുത്ത ആ സർപ്രൈസ് താരങ്ങൾ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് വെറും 21 വയസ്സ് മാത്രം പ്രായമുള്ള നിലവിൽ ലീഗ് 1-ൽ സ്റ്റാർസ്ബർഗിനായി പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്ന വാലന്റൈൻ ബാർക്കോ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അദ്ദേഹം നിലവിൽ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലും സെൻട്രൽ മിഡ്ഫീൽഡറായും കളിക്കാൻ ശേഷിയുള്ള യുവ സൂപ്പർ താരമാണ്. ഈ സീസണിൽ 6-ലധികം ഗോൾ കോൺട്രിബ്യൂഷനിൽ പങ്കാളിയായ സൂപ്പർ താരം ലീഗ് 1-ൽ സ്റ്റാർസ്ബർഗിനായി പല മത്സരങ്ങളിലും ഇടത് വിങ് സൂക്ഷിക്കാൻ വേണ്ടി കളത്തിലിറങ്ങിയിട്ടുണ്ട്. പല മത്സരങ്ങളിലും അദ്ദേഹത്തെ കോച്ച് ചുമതലപ്പെടുത്തുന്നത് സെൻട്രൽ മിഡ്ഫീൽഡർ റോളിലാണ്. ഇടങ്കാല് കൊണ്ട് ഇടത് വിങ്ങിലൂടെ അപ്രതീക്ഷിത നീക്കങ്ങൾ നടത്തുക എന്നതാണ് താരത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ഇടങ്കാല് കൊണ്ട് വ്യത്യസ്തതയാർന്ന ഇടത് വിങ്ങിലൂടെ നീക്കങ്ങൾ കൊണ്ട് തന്നെയാണ് വാലന്റൈൻ ബാർക്കോയെ ഫുട്ബോൾ ലോകം ശ്രദ്ധിച്ചു തുടങ്ങിയതും. നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ചെൽസി താരത്തിനായി ശക്തമായി തന്നെ രംഗത്തുണ്ട്. ഈ മധ്യനിരയിലേക്ക് ഇറങ്ങിയാലും വാലന്റൈൻ ബാർക്കോയുടെ അതിമനോഹരമായ പെർഫോമൻസ് കാണാൻ സാധിക്കും. കൃത്യതയാർന്ന പാസിംഗ്, ശക്തമായ ഡിസിഷൻ മേക്കിംഗ് എടുക്കാനുള്ള കഴിവ്, കൃത്യതയാർന്ന സ്കാനിങ്ങിലൂടെ കൃത്യമായ സ്പേസുകൾ കണ്ടെത്തൽ. ഇതിനെല്ലാം പുറമെ പന്ത് തങ്ങളുടെ സ്വന്തം ഹാഫിലാണെങ്കിൽ പ്രതിരോധത്തിന് ശക്തമായ സമ്മർദ്ദം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി പന്തിനെ എപ്പോഴും അദ്ദേഹം കൃത്യതയാർന്ന സ്പേസിങ്ങിലൂടെ പന്തിനെ മുന്നോട്ടാണ് തള്ളുന്നത്. കൃത്യമായി മുന്നോട്ട് വിടവുകൾ കണ്ടെത്തി മുന്നോട്ട് കുതിക്കുന്ന പതിവ് വാലന്റൈൻ ബാർക്കോക്കുണ്ട്. ഒരു ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ കളിക്കുന്ന താരം ഡിഫൻസിലേക്ക് പിന്നോട്ട് പാസുകൾ നൽകാതെ മുന്നോട്ട് കുതിക്കുന്ന ശക്തമായ ശീലവും താരത്തിനുണ്ട്. ഇത് മറ്റുള്ളവരിൽ നിന്നെല്ലാം താരത്തെ വ്യത്യസ്തമാക്കുന്നു. ഇനി മധ്യനിരയിൽ ഇറക്കിയാലും കൃത്യതയാർന്ന ത്രൂ ബോളുകളും കൃത്യതയാർന്ന സപ്ലൈകളും കൊണ്ട് എതിരാളികളെ വിറപ്പിക്കാൻ ശേഷിയുള്ള ഒരു 21-കാരനെ തന്നെ സ്കലോണി ടീമിലെടുത്തിട്ടുണ്ട്. നിലവിൽ സ്കലോണിക്കു കീഴിൽ അർജന്റീനയുടെ ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ അലങ്കരിക്കുന്നത് നിക്കോളാസ് ടാഗ്ലിയാഫിക്കോയാണ്. അദ്ദേഹത്തിന് വാലന്റൈൻ ബാർക്കോ ഒരു വലിയ ഭീഷണിയായി തന്നെ തുടരും. കാരണം എപ്പോൾ വേണമെങ്കിലും സ്കലോണി ഫസ്റ്റ് 11-ലേക്ക് വാലന്റൈൻ ബാർക്കോയെ പരിഗണിക്കാം. യുവ സൂപ്പർ താരത്തിന് വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ചത് നൽകാനാകുമെന്ന് തന്നെയാണ് ആരാധകരും പരിശീലകനായ സ്കലോണിയും എല്ലാം വിശ്വസിക്കുന്നത്. ഇനി മറ്റൊരു സർപ്രൈസ് സ്കലോണി കണ്ടെത്തിയ യുവ സൂപ്പർ താരം നിലവിൽ ഡിയാഗോ സിമിയോന്റെ മകൻ ഗുലിയാനോ സിമിയോൺ ആണ്. നിലവിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനായി സ്ഥിരം സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ സ്ഥാനം പിടിക്കുന്ന താരമാണ് ഗുലിയാനോ സിമിയോൺ. മറ്റുള്ള വിങ്ങർമാരിൽ നിന്നെല്ലാം അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നു. റൈറ്റ് വിങ്ങിലൂടെ സ്ഥിരതയാർന്ന മുന്നേറ്റങ്ങൾ, അതിവേഗത്തിലുള്ള കൗണ്ടർ അറ്റാക്കുകളെ ടീമിനെ സഹായിക്കാൻ ശേഷിയുണ്ട് ഗുലിയാനോ സിമിയോണ്. ഹൈ പ്രസിംഗ് എന്താണോ അതിൻ്റെ പാഠപുസ്തകമാണ് ഗുലിയാനോ സിമിയോൺ. എതിരാളികളുടെ കാലുകളിലുള്ള പന്തിനെ അതിവേഗം സമ്മർദ്ദം ചെലുത്തുക, എന്നിട്ട് ഉടനെ തന്നെ റിക്കവറി നടത്തുക. ഹൈ പ്രസിംഗ് എന്താണോ സ്കലോണിയുടെ ആവശ്യമെന്തെന്നോ അത് കൃത്യമായി അറിയാവുന്ന, കൃത്യമായി നടപ്പിലാക്കാൻ ശേഷിയുള്ള താരമാണ് ഗുലിയാനോ സിമിയോൺ. സ്റ്റാമിനയാണ് മറ്റുള്ളവരിൽ നിന്നും അദ്ദേഹത്തെ വീണ്ടും വ്യത്യസ്തനാക്കുന്നത്. എത്ര നേരം അദ്ദേഹം പ്രസ്സിംഗ് ചെയ്താലോ എത്ര നേരം റണ്ണിങ് ചെയ്താലോ ഒരേ മനോഭാവത്തോടെ 90 മിനിറ്റും പൊരുതാൻ ശേഷിയുള്ളവൻ. നിലവിൽ അദ്ദേഹം കളിക്കുന്ന വിങ്ങിലെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്നവർക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ആണ്. കാരണം റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരത്തെ സഹായിക്കാനായി എപ്പോഴും അദ്ദേഹം ഇറങ്ങി വരും. പന്ത് അറ്റാക്കിംഗ് തേർഡിലേക്ക് എത്തുമ്പോൾ അറ്റാക്കിംഗ് തേർഡിലെത്തും. പന്ത് സ്വന്തം ഹാഫിലെത്തുമ്പോൾ ഡിഫൻസിലേക്ക് ഇറങ്ങി വന്ന് റൈറ്റ് ബാക്കിനെയും റൈറ്റ് മിഡിനെയും സഹായിക്കും. അപ്രതീക്ഷിതമായ ഏരിയകളിൽ നിന്നുള്ള കീപ്പർമാരെ കൺഫ്യൂഷൻ ആക്കുന്ന അപ്രതീക്ഷിത ലോങ് റേഞ്ചറുകൾ എല്ലാം ഗുലിയാനോ സിമിയോന്റെ പ്രത്യേകതകളാണ്. സ്കലോണിയുടെ ആയുധപ്പുരയിലെ മൂർച്ചയുള്ള മറ്റൊരു സ്പെഷ്യലിസ്റ്റാണ് നിലവിൽ ഗുലിയാനോ സിമിയോൺ. പക്ഷേ ചിലപ്പോൾ സ്കലോണിയുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലും അദ്ദേഹം സ്ഥാനം പിടിച്ചേക്കാം. അല്ലെങ്കിൽ രണ്ടാം പകുതിയിൽ എതിരാളികളെ വിറപ്പിക്കാൻ സ്കലോണി അങ്ങ് അദ്ദേഹത്തെ അഴിച്ചുവിട്ടേക്കാം. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ബ്രസീൽ 4-1 തകർന്നു തരിപ്പണമായ ആ ഫ്രണ്ട്ലി മത്സരത്തിൽ ഗുലിയാനോ സിമിയോന്റെ ഗോളും അദ്ദേഹത്തിന്റെ വരവും. അന്ന് കളത്തിലിറങ്ങിയ ഉടൻ തന്നെ താളം തെറ്റിക്കിടക്കുന്ന ബ്രസീലിന്റെ ഡിഫൻസിലേക്ക് ഹൈ പ്രസിംഗ് ഫുട്ബോളുമായി എത്തിയ ഗുലിയാനോ സിമിയോൺ അധികം വൈകാതെ മിനിറ്റുകൾക്കകം കൊണ്ട്
ഒരു അസാധ്യ ആംഗിളിൽ നിന്നും ബ്രസീലിന്റെ ഗോൾ വല ചലിപ്പിക്കുന്നു. തന്റെ ഇന്റർനാഷണൽ കുപ്പായത്തിൽ അർജന്റീന ജേഴ്സിയിലെ ആദ്യ ഗോൾ തന്നെ ശക്തരായ ബ്രസീലിനെതിരെ. ഈ വേൾഡ് കപ്പിൽ ഗുലിയാൻഡോ സിമിയോന്റെ മാജിക് വിസ്മയം കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ ആരാധകരുള്ളത്. അദ്ദേഹം അത് കാത്തു സൂക്ഷിക്കുമെന്ന് തന്നെയാണ് അർജന്റീനക്കാരും സ്കലോണിയും എല്ലാം കരുതുന്നത്. ഇനി ലിസ്റ്റിലെ മറ്റൊരാൾ അല്പം മൂർച്ഛം കൂടിയ ഇനമാണ് നിക്കോളാസ് പാസ്, അതായത് അർജന്റീനക്കാരുടെ നിക്കോ പാസ്. നിലവിൽ സിരിയയിൽ കോമക്കായി കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് സിരിയയിലെ ഏറ്റവും മികച്ച മധ്യനിരക്കാരനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയത്. പ്രായം വീണ്ടും ഓർക്കുക, 21കാരനാണ്. ഈ സീസണിൽ കോമോക്കായി സിരിയയിൽ മാത്രം 18 ഗോൾ കോൺട്രിബ്യൂഷനാണ് ഈ മധ്യനിര താരം കാഴ്ചവെച്ചത്. നിലവിൽ നമ്പർ 10 സ്കലോണിക്ക് കൃത്യമായി നിക്കോ പാസിനെ ഉപയോഗിക്കാം. പരമ്പരാഗത പ്ലേമേക്കറിൽ നിന്ന് വ്യത്യസ്തനാണ് നിക്കോ പാസ്. അദ്ദേഹം പെനാൽറ്റി ബോക്സിലേക്ക് അധികവും പലപ്പോഴായി വൈകിയാണ് എത്തുന്നത്. പക്ഷേ എതിരാളികളെ അപ്രതീക്ഷിതമാക്കിക്കൊണ്ട് മിഡ് റേഞ്ചിൽ നിന്നും ശക്തവും കൃത്യതയാർന്ന ഷോട്ടുമായി എതിരാളികളെ മുഴുവൻ കൺഫ്യൂഷൻ ചെയ്യിക്കുന്ന നിക്കോ പാസ് ഈ വേൾഡ് കപ്പിലെയും ശ്രദ്ധേയ കേന്ദ്രമാകും. വലതു വിങ്ങിൽ നിന്നും അകത്തേക്ക് കടക്കാനുള്ള ഒരു അപാര കഴിവ് തന്നെ താരത്തിനുണ്ട്. വലതു വിങ്ങിൽ നിന്ന് ട്രിബിൾ ചെയ്ത് പെട്ടെന്നാണ് കട്ട് ചെയ്ത് അദ്ദേഹം ബോക്സിലേക്ക് കടക്കുക. ഇതിനെല്ലാം ഉപരി അദ്ദേഹത്തിന് ഏത് ക്രിട്ടിക്കൽ ഏരിയയിൽ നിന്നും, അതായത് ഹൈ പ്രസ്സിംഗ് ഉള്ള സ്ഥലത്ത് നിന്നും പന്ത് സ്വീകരിക്കാനും ഉടൻ തന്നെ തൻ്റെ സഹതാരത്തിന് പന്ത് കൈമാറാനും എതിരാളികളെ വെട്ടിയൊഴിഞ്ഞ് ട്രിബിളിംഗ് അറ്റംപ്റ്റുകൾ നടത്തി മുന്നേറാനുമുള്ള ശേഷിയുണ്ട്. സിരിയയുടെ മധ്യനിരയിൽ അദ്ദേഹം കോമോക്കായി എത്ര മനോഹരമായാണ് കളിച്ചു തീർക്കുന്നത്. എതിരാളികൾക്ക് പലപ്പോഴും നിക്കോയെ ഒന്ന് തൊടാൻ പോലും ആകുന്നില്ല. അതിന് കാരണവുമുണ്ട്. കനത്തമായ പ്രസ്സിങ്ങിനും സമ്മർദ്ദത്തിനും വില കൊടുക്കാതെ പ്രതിരോധക്കാരെ ഒഴിവാക്കാൻ അദ്ദേഹം വേഗത്തിലുള്ള ബോഡി ഫിറ്റുകളും മൂർച്ചയുള്ള ടേണുകളും ഉപയോഗിക്കുന്നു. ഇത് എതിരാളികൾക്ക് അദ്ദേഹത്തിൽ നിന്നുള്ള മൂവ്മെന്റ് ഡിസിഷൻ തന്നെ തെറ്റിക്കുന്നു. എന്നിട്ട് നിക്കോ അനായാസം മറികടന്നുകൊണ്ട് ഫൈനൽ തേർഡിലേക്ക് ഒരു കുതിപ്പങ്ങ് നടത്തുന്നു. ഇതെല്ലാം കഴിഞ്ഞ് തൻ്റെ സ്ട്രൈക്കർമാർക്ക് ഉയർന്ന നിലവാരത്തിലുള്ള ഗോൾ സ്കോറിംഗ് അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതിൽ അദ്ദേഹം ഒരു പ്രാഥമിക എഞ്ചിനീയർ തന്നെയാണ്. ഗോൾ സ്കോറിംഗ് ഭീഷണി എതിരാളികൾക്ക് നിക്കോ പാസ് ഉണ്ടെങ്കിൽ അവർ അത് ഭയക്കണം. പരിശീലകനായ ലയണൽ സ്കലോണി വലിയ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് 21കാരനായ നിക്കോ പാസിൽ. ഇത്തവണ ലോകകപ്പിന്റെ മധ്യനിര അദ്ദേഹം കീഴടക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന എത്രയോ അർജന്റീനക്കാരുണ്ട്, എത്രയോ ഇറ്റാലിയൻ ലീഗ് വാച്ച് ചെയ്യുന്നവരുണ്ട്. കാരണം അത്രമേൽ മനോഹരമായ ഗെയിം പ്ലാനാണ് നിലവിൽ അദ്ദേഹത്തിന്റെ കാലിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വേൾഡ് കപ്പിലും അദ്ദേഹം ഒരു മിന്നലാട്ടമാകുമെന്ന് കരുതുകയാണ്. ചിലപ്പോൾ ഒരുപക്ഷെ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ചുള്ള യുവതാരത്തിനുള്ള പുരസ്കാരം പോലും ചിലപ്പോൾ നിക്കോ പാസിന്റെ കൈകളിലായിരിക്കും. ഏതായാലും അത് നമുക്ക് വേൾഡ് കപ്പിൽ കാത്തിരുന്നു തന്നെ കാണാം. ഇനി അടുത്തയാൾ ജോസെ മാനുവൽ ലോപ്പസ് ആണ്. സെൻട്രൽ ഫോർവേഡുകാരൻ നിലവിൽ പാൽമിറസിനായി കളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സീസണിൽ താരം വെറും 11 മത്സരങ്ങളിൽ നിന്ന് 9 ഗോൾ കോൺട്രിബ്യൂഷനാണ് നിലവിൽ നടത്തിയിട്ടുള്ളത്. 6 ഗോളും 3 അസിസ്റ്റും ഉൾപ്പെടെ 9 ഗോൾ കോൺട്രിബ്യൂഷനുകൾ. മാനുവൽ ലോപ്പസിനെ എതിരാളികൾ ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? നിലവിൽ 190 സെന്റിമീറ്റർ ഉയരമുള്ള താരം സെറ്റ് പീസുകളിലും അസാധാരണമായ ഏരിയലുകൾ ഡ്യുവലുകളിലും ക്രോസുകളിലുമെല്ലാം എതിരാളികൾക്ക് പ്രധാന ഭീഷണിയായി മാറുന്നു. താരത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ലിങ്ക് അപ്പ് പ്ലേ. പരമ്പരാഗത റിജിഡ് സ്ട്രൈക്കർമാരിൽ നിന്ന് വ്യത്യസ്തമായി പന്ത് ഉയർത്തിപ്പിടിക്കാൻ, മധ്യനിരയെ ആക്രമണത്തിന് ബന്ധിപ്പിക്കാനും സഹതാരങ്ങൾക്ക് ഇടം സൃഷ്ടിക്കാനും അദ്ദേഹം കൃത്യമായ പൊസിഷനിങ്ങിലൂടെ എതിരാളികൾക്ക് കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്നു. ഇതെല്ലാം ഉപരി മധ്യനിരയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഒരു സെൻട്രൽ ഫോർവേഡുകാരൻ ചെയ്യുന്നതിലും ഉപരി കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു. അസാധ്യ പ്ലേ മേക്കിംഗ് വിഷനുമുണ്ട് താരത്തിന്. കോപ്പോ ലിബർട്ടോറസിൽ അദ്ദേഹത്തിന്റെ സമീപകാല 3 അസിസ്റ്റ് പ്രകടനം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? സെൻട്രൽ ഫോർവേഡായും സെക്കൻഡ് സ്ട്രൈക്കറായും താരത്തെ ഉപയോഗിക്കാമെന്നതാണ് സ്കലോണിയുടെ ഏറ്റവും വലിയ ആനുകൂല്യങ്ങളിലൊന്ന്. ഏതായാലും 26 അംഗ സ്ക്വാഡിൽ സ്കലോണി തന്റെ പരമാവധി സർപ്രൈസുകൾ ഒളിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ വേൾഡ് കപ്പിനെത്തുന്നത്. യുവതാരങ്ങളുടെ മായാജാലം കാണാനാകുമോ? 2022 വേൾഡ് കപ്പിൽ എൻസോ ഫെർണാണ്ടസും മാക്കലിസ്റ്ററും ഹൂലിയൻ അൽവരസുമെല്ലാം തിളങ്ങി നിറഞ്ഞതുപോലെ ഇത്തവണത്തെ വേൾഡ് കപ്പിൽ യുവതാരങ്ങൾ അർജന്റീനയുടെ പ്രതീക്ഷയ്ക്ക് ഉയരുമോ? ഏതായാലും എല്ലാം കാത്തിരുന്നു കാണാം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് നൗ.